ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇല്ല, നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് സന്തോഷം. വെൽക്കം ബാക്ക്. നിങ്ങൾ ഓരോരുത്തരും അയക്കുന്ന കമൻറ്റ്സ് എന്നാലും ഈ പറഞ്ഞ പോലെ ലൈക്കും ഷെയറും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. താങ്ക് യു വെരി വെരി മച്ച്. ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ് ഞാനതിന്. പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത്, എനിക്കറിയാം ഇന്നത്തെ റീഡിങ് കുറച്ച് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വേറൊന്നുമല്ല കേട്ടോ. ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങളെ ഫസ്റ്റ് ഒരാൾ കണ്ടു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇമ്പ്രഷൻ എന്താണ്. ഓക്കെ, അവർക്ക് എന്താ തോന്നുന്നത് നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ. ഓക്കെ, ഫസ്റ്റ് ഇമ്പ്രഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ. ഇത് പൈൽ 1. ഓക്കെ, ബ്ലാക്ക് ഒബ്സീഡിയനാണ് ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ നമുക്ക് കിട്ടുന്നത്. ഇത് പൈൽ 2 ആണ്. പൈൽ 2 ടൈഗർ ഐ ആണ്. പൈൽ 3 ഓഫ് കോഴ്സ് ലാപ്പിസ് ലസൂലി. നിങ്ങൾക്ക് ഏതാ ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ ഇഷ്ടപ്പെടുന്നത് അത് ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ പൈൽ 1, പൈൽ 2, പൈൽ 3 ബേസിസ് ചൂസ് ചെയ്യാം. എന്താ നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓൾറൈറ്റ്. പിന്നെ മാക്സിമം പറ്റുന്ന പോലെ കാണുക കേട്ടോ. പറ്റുവാണെങ്കിൽ എനിക്ക് വരെ കാണുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ചൂസ് ചെയ്യാം. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ 1-2 പൈൽസിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഉണ്ടാവും. ഡിപ്പെൻസ്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരാളുടെ എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതല്ല. ഇപ്പം പൈൽ 1 കാണുന്ന കുറച്ച് പേര് കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഓരോ മെസ്സേജ് കിട്ടണം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ ചെയ്യുന്ന റീഡിംഗ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കിനി നിങ്ങളുടെ പൈൽ റീഡിങ്ങിൽ കാണാം. ഹായ് പൈൽ 1, വെൽക്കം ടു യുവർ റീഡിങ്. ഓൾറൈറ്റ്, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ ബ്ലാക്ക് ഒബ്സീഡിയൻ ആണ്. ഓക്കെ, ബ്ലാക്ക് ഒബ്സീഡിയൻ ചൂസ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഡിവൈൻ പ്രൊട്ടക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആണ് എന്നുള്ളൊരു ഫീൽ ഫസ്റ്റ് കിട്ടും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് ഗ്രൗണ്ടഡ് ആണ്. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നടക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ റിയാലിറ്റീസിൽ കാര്യങ്ങൾ എന്താ പറയുക, കുറച്ച് ഫാസ്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ നിങ്ങളെ കാണുന്ന ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ അത്ര ഈസി ആയിട്ടൊന്നും കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളുള്ള സൂപ്പർ മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു. അതൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവരെന്ത് ചെയ്താലും അല്ലെങ്കിൽ ഇവരെങ്ങനെ പോയാലും ഇവർക്കുള്ളതെല്ലാം കൃത്യമായിട്ട് ദൈവം കൊടുക്കും എന്നൊരു ഫീൽ ഉണ്ടാക്കുന്ന പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഫീലിംഗ് കിട്ടുന്നത്. നമുക്ക് നോക്കാം കാർഡ്സിൽ എന്താ വരുന്നതെന്ന്. ഓക്കെ, ഓൾ റൈറ്റ്, 9 ഓഫ് വോൺസ്. ഓക്കെ, യെസ്, അവർക്ക് ഓഫ് കോഴ്സ് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് വന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ കാർഡ്സ് കാണുമ്പോൾ ഇംപ്രഷൻ. ഓക്കെ, ചില ആൾക്കാർ അങ്ങനെയാണ്. അവരുടെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമേ അറിയാനുള്ളായിരിക്കും. പക്ഷേ ഈ സ്ട്രഗിളും ഇങ്ങനത്തെ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനൊന്നും അവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങളത് കിട്ടണം എന്നില്ല. ഓക്കെ, നിങ്ങൾ മേ ബി നമ്മൾ പറയില്ലേ, എനിക്കിതിനകത്ത് ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ കിട്ടുന്ന എനർജി. സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ളൊരു എനർജി എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോകാറുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനെ ഒരു പീരീഡിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് എന്താ പറ്റുക, നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ ആ ഒരു വെളിച്ചം കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ആ ഒരു ടഫ് പീരീഡിലൂടെ പോയാൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൂടെ കൊണ്ടുപോയതിന് അല്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ടുപോയതിന് ഒരു പർപ്പസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മറ്റുള്ളവർ പെട്ടെന്ന് കാണണമെന്നില്ല. മറ്റുള്ളവർ കാണുന്നതിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞെങ്കിലും പെട്ടെന്ന് ഇത്രയും നിങ്ങൾ സ്ട്രഗിൾ പീരീഡിലൂടെ പോയി എന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ല. ഓക്കെ, പിന്നെ ചില ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങളൊരു ഹ്യൂമാനിറ്റേറിയൻ ആണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ നിൽക്കും. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ, ഒരു ലീഡർ റോളിൽ വരുന്ന ഒരാളുടെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല വളരെ ലൈഫിൽ ഒരുപാട് സെലിബ്രേഷൻസ് ഉള്ളത് നമുക്ക് ആ നേരത്തെ ഒബ്സീരിയൽ കിട്ടിയത്. ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ടും ലൈഫിലെ ഒരുപാട് മൊമെൻറ്റ്സ് നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ലക്കിയാണ്. പിന്നെ ചില ആൾക്കാർക്ക് ആരെങ്കിലും ഇത് കാണുന്നവർക്ക് ഒരു 3 പേരൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഉണ്ടാവും. അത് കാണുന്ന പലർക്കും ഈ പറഞ്ഞാൽ അവർ 3 പേരും കട്ട ഫ്രണ്ട്സാണ്, വേറെ ലെവലാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയും. പിന്നെ നിങ്ങളുടെ
ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, എനിക്കറിയില്ല, ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ കിട്ടുന്നൊരു എന്താണ് ഒരു ഇമ്പ്രഷനാണ് ലൈക്ക് അവരുടെ റിലേഷൻഷിപ്പ് ഈ പർട്ടിക്കുലർ പേഴ്സണിൻ്റെ കൂടെയുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അത്രയും എന്ന് പറഞ്ഞാൽ ഇമോഷണലി അവൈലബിൾ ആയിട്ടൊരാളായിട്ട് നിങ്ങളെ ഫസ്റ്റ് ഇമ്പ്രഷനിൽ പല ആൾക്കാർക്കും വെച്ചാൽ നമ്മൾ പറയില്ലേ ചില എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന്, ചില ആൾക്കാർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ മേ ബി വല്ല മോളിലായിരിക്കും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ എവിടെയെങ്കിലും ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും, പക്ഷേ നമുക്ക് ഒട്ടും പരിചയമില്ല, ചിലപ്പോൾ ബസ്സിലായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. ഓക്കെ, അപ്പം നമ്മൾ ഇതെന്താ അവർ നമ്മളോട് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ ചില ആൾക്കാർക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. എനിക്ക് നിങ്ങളിൽ പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ മറ്റുള്ള നിങ്ങളെ ഫസ്റ്റ് കാണുന്നവർക്ക് എന്തോ ഒരു ഡിവൈൻ കണക്ഷൻ ഫീൽ ചെയ്യും. അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിലുള്ള സങ്കടം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ അവർ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ വന്ന് നിങ്ങളടുത്ത് പറയുന്ന ഒരു എനർജിയും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ഫർദർ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് നിങ്ങളെ കാണുന്ന ഓരോരുത്തർക്കും കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. സ്പിരിറ്റ് എനിക്ക് അറിയേണ്ട ഫസ്റ്റ് ഇംപ്രഷൻ ലക്ക്, ഗുഡ് ലക്ക്. ഞാൻ പറയല്ലേ ഭയങ്കര ലക്കിയാണെന്ന് തോന്നും. ലക്കി ഫാമിലി, വാവ്. നിങ്ങളുടെ ഫാമിലിയെ കാണുമ്പോഴും ചില ആൾക്കാർക്ക് ചെറിയ തോതിലൊരു നമ്മൾ പറയില്ലേ കണ്ണുകടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഐറ്റം തോന്നാനുള്ള സാധ്യതയുണ്ട്. വാവ്, ഗ്രേറ്റ് കാർഡ്സ് കേട്ടോ. കാര്യം വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ലക്കിയാന്നുള്ള ഫീൽ എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു വിത്ത് കാർഡ് ക്രിസ്റ്റലിലൂടെ. പക്ഷേ അതിൻ്റെ ഒരു കൺഫർമേഷൻ വരാമെന്ന് വെച്ചാൽ ഇറ്റ്സ് കൂൾ. പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് ഇവിടെ 9 ഓഫ് വാണ്ട്സിൽ വെക്കാനാണ് തോന്നുന്നത്. കാരണം ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ഒരുപാട് ചലഞ്ചസും ചേഞ്ചസിലൂടെ പാസ് ചെയ്ത് പോയ ആൾക്കാർ തന്നെയാണ്, അതിലെനിക്ക് ഡൗട്ട്സൊന്നുമില്ല. കാരണം ഫാമിലി ഹോം, അത് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം സിറ്റുവേഷൻ കാണുമ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് ഇംപ്രഷനാണ് ലൈക്ക് നിങ്ങൾ പറയില്ലേ ചില ആൾക്കാരെ വളർത്തി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇംപ്രഷനും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങളും ട്രാൻസ്ഫോർമേഷൻ്റെ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്ത് നമ്മൾ പറയാം. ചില ആൾക്കാർ അതിനെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടന്നു ഇതെങ്ങനെയൊക്കെയാണ് ഞാൻ കടന്നു പോയത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിൽ നിന്നൊക്കെ എന്ത് കാര്യം നിങ്ങളുടെ ലൈഫിൽ ടഫായിട്ട് നടന്നാലും നിങ്ങൾ അതിനെ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോകും. അത് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയില്ലേ നിങ്ങൾക്ക് അവൈലബിലിറ്റി അല്ലെങ്കിൽ ഈ ക്ലോഷറിൻ്റെ കാർഡിൽ ഒരു പുതിയ ഡോറ് ഞാൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ടഫ് നടന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ടഫ് നടന്നെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല, കുറച്ച് അധികം പോലും സമയം താമസിക്കാതെ അവരുടെ ലൈഫിൽ അതിനേക്കാൾ സൂപ്പർ ബ്രാൻഡ് ന്യൂ ബിഗിനിങ് അവരുടെ ലൈഫിലുണ്ടാവും. ഓക്കെ, അങ്ങനെ ഇതിൽ മിക്കതും എനിക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിൻ്റെ എനർജിയാണ് കിട്ടുന്നത്, എനിക്കറിയില്ല. അതുപോലെ തന്നെ പല ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് വിഷമിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞില്ലേ ഇമോഷണലി നിങ്ങൾ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റികളായിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ലോട്ട്സ് ഓഫ് ട്രാൻസ്ഫോർമേഷനിലൂടെ പോയ ആൾക്കാരാണ്. ഓഫ് കോഴ്സ് എനിക്ക് അവിടെ മറ്റുള്ളവർക്ക് എങ്ങനെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ പെട്ടെന്ന് റിക്കൺസീൽ ചെയ്തെടുക്കും. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. മനസ്സിൽ ഓരോ കാര്യങ്ങൾ വെച്ച് ചില ആൾക്കാരുണ്ട് പലതും മനസ്സിലുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കും, അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കൊണ്ടുപോകും. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടല്ല പെട്ടെന്ന് ആൾക്കാരിൽ കാണുന്നവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്താണ് സ്പിരിറ്റ് ഫർദറായിട്ട് നമുക്ക് ഫസ്റ്റ് ഇവരെ കാണുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് സ്പിരിറ്റ്? ഓക്കെ, മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ ഗുഡ് ലക്ക് പറഞ്ഞു. മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ മിറക്കിൾസ് ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ അറിയില്ലേ നമ്മൾ പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മളൊക്കെ ചില ആൾക്കാർ പെട്ടിരുന്നാൽ പെട്ട അവസ്ഥയിൽ തന്നെ മക്കളെ മിറക്കിൾസ് നമ്മുടെ ബട്ടൺ മാനിഫെസ്റ്റ്. പക്ഷേ നിങ്ങളെ ഫസ്റ്റ് കാണുന്നവർക്ക് അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ വിസ്റ്റം നിങ്ങൾക്ക് ഒരുപാട് അറിവുള്ള ആൾക്കാരായിട്ട്. കാരണം ഡെഫിനറ്റ്ലി ഈ 9 ഓഫ് വാണ്ട്സിൻ്റെ കാർഡ് തന്നെ ഒരുപാട് സ്ട്രഗിൾ സിറ്റുവേഷൻ അത്രയും വിസ്റ്റമുള്ള കാരണം പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടെന്നുള്ളത് ഫസ്റ്റ് ഇംപ്രഷനിൽ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവും. നിങ്ങൾ ഒരുപാട് ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നും നിങ്ങൾ ബ്ലെസ്ഡ് വിത്ത് യുവർ ലവ്. കാരണം 2 ഓഫ് കപ്സും ലവിൻ്റെ കാർഡും നിങ്ങളുടെ ലൈഫിൽ ലവിൽ നിങ്ങൾ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. മാത്രമല്ല ചേഞ്ചസ് ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡ് നിങ്ങൾ പെട്ടെന്ന് ചേഞ്ചസിന് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ടും ആയിരിക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മിക്കവാറും ഉള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ എന്താ പറയുക വളരെ രസകരമായിട്ടാണ് എനിക്ക് ഈ റീഡിങ് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെന്ന്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ഫൈനൽ കാർഡ്സ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളെ കാണുന്നവർക്കുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് നോക്കാം. സ്പിരിറ്റെ ഇവരെ കാണുന്ന പൈൽ 1 കാണുന്ന ഓരോരുത്തർക്കുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് സ്പിരിറ്റ്? താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്.
Archangel Michael Spirit. Thank you. First impression. Wow. Oh. Nine of Swords. ഹാർട്ട് ബ്രോക്കൺ ആയിട്ടും എനിക്ക് തോന്നുന്നു ഇതിന് നമ്മൾ ഷഫിൾ ചെയ്തതിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഹാർട്ട് ബ്രോക്കൺ ആണ്, പക്ഷേ ഞാൻ പറയല്ലേ, നിങ്ങളതെല്ലാം ക്ലോസ് ചെയ്ത് പെട്ടെന്ന് വരുന്ന ഒരാളായിട്ടും മാൻ ഹോൾഡിങ് എ കോയിൻ ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഫൈനാൻഷ്യലി, സോറി, അത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച കാർഡല്ല മാൻ ഹോൾഡിങ്. വാവ്, പക്ഷേ എടുക്കണം. ആക്ഷൻ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. ചില ആൾക്കാർ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ, പക്ഷെ നിങ്ങൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ കപ്പിൾ, ഓക്കെ, നിങ്ങളെ പലരെയും കാണുമ്പോൾ നിങ്ങളൊരു കപ്പിളായിട്ട് പോകുമ്പോൾ ചില ആൾക്കാർക്ക് അവർ നല്ല സൂപ്പർ കപ്പിളാണ്. രണ്ടുപേരും ഫിനാൻഷ്യലി സൗണ്ട്, എല്ലാ രീതിയിലും പെർഫെക്റ്റ് മാച്ച് എന്ന് ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് എന്തോ ഡെഫിനറ്റ്ലി കാർഡ്സ് നിങ്ങൾ എക്സ്ക്യൂസ് മീ കാണത്തക്ക രീതിയിൽ തന്നെ വെക്കണം എന്ന് തോന്നുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഓൾറൈറ്റ്, വിമൻ ഹോൾഡിങ് എ കോയിൻ ആൻഡ് ഇനി എടുക്കാൻ വിചാരിച്ചതല്ല, പക്ഷേ വന്നതുകൊണ്ട് നമുക്ക് വിട്ട് കളയേണ്ട കാര്യമില്ല അല്ലേ. എല്ലാം കൊണ്ടല്ലേ ഇട്ട സ്പിരിറ്റായിരുന്നു. ഞാൻ വെച്ച് ശരിയില്ല, ഞാൻ സ്പിരിറ്റിനെ പറയാൻ പാടില്ല. നോ. ഓൾറൈറ്റ്, ഇവൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, നമുക്ക് ചേർത്തെടുത്താം. ഓക്കെ, ഓൾറൈറ്റ്. ഗ്രേറ്റ് കാർഡ്സ് ഗൈസ്. കാരണം നിങ്ങളെ കാണുമ്പോഴുള്ള ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് വെരി കൂൾ. ഓക്കെ, പെട്ടെന്ന് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് ഹാർട്ട് ബ്രേക്കിന് ഹീൽ ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫിലെല്ലാം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ മിറക്കിൾസ് ഉണ്ടാവുന്നു, ഗുഡ് ലക്കാണ്, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ലക്കി ആണെന്നുള്ളൊരു ഫീൽ വരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് ഇംപ്രഷനിൽ പല ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. എനിക്കറിയില്ല ഇത് എത്ര പേർക്ക് കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് ഏതായാലും ഈ റീഡിങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഓക്കെ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ കുറച്ച് എപ്പോഴും ചെയ്യുന്ന പോലെ കരിയർ അങ്ങനെയുള്ളതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് പറയില്ല, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനല്ലേ കുറച്ചുകൂടി ഇഷ്ടം. എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടപ്പെടും ഈ റീഡിങ്ങിന്. ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണേ, ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ലൈക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണക്റ്റ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാവും. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ് ഇയേഴ്സ്. ടേക്ക് കെയർ. ബൈ. ഹായ് പാൽ ടു, വെൽക്കം ടു യുവർ റീഡിങ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പിയാണ്. എൻ്റെ വോയിസ് നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവണം. എനിവേ, നമ്മുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ റീഡിങ് വേറൊന്നുമല്ല, നിങ്ങളെ കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആരെങ്കിലും ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങളെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തോന്നാവുന്ന ഒരു കാര്യം ഈസ് ലൈക്ക് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ പറയുന്ന കാര്യത്തിലും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും പിന്നെ നിങ്ങളുടെ ലുക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് കോൺഫിഡൻസ് കാണിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളെ വെച്ചാൽ നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇവർ വേറെ ലെവലാണ്, ഇവരുടെ കോൺഫിഡൻസ്, അവരുടെ ആ ലുക്സ്, അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതി, ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. എനിക്കിത് എത്രത്തോളം നിങ്ങൾക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങളെക്കുറിച്ച് ഒരാൾക്ക് കിട്ടുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഹെർമിറ്റ്, ഡെഫിനറ്റ്ലി. ഓൾറൈറ്റ്, കിങ് ഓഫ് കപ്സ് ആൻഡ് ടു ഓഫ് സോർട്സ്. ഓൾറൈറ്റ്, ഫസ്റ്റ് കിട്ടുന്ന ഒരു ഇംപ്രഷൻ അത് നമുക്ക് കോൺഫിഡൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് ഹെർമിറ്റ് കാർഡുണ്ട്, അതുപോലെ കിങ് ഓഫ് കപ്സ്. ഈ രണ്ടിൻ്റെ കാർഡ് കാണുമ്പോഴത്തേനും ഒരുപാട് വിസ്റ്റം ഉള്ള ആൾക്കാരുടെ എനർജി ആയിട്ട് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർക്ക് കണക്റ്റ് ആവുന്നുണ്ടെന്ന്. നിങ്ങൾ ഒരുപാട് സംസാരിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും ചില ആൾക്കാരുണ്ട് ചുമ്മാ സംസാരിക്കും. ഓക്കെ, ഒന്നും കാര്യത്തിൽ ഉണ്ടാവില്ല. ഓക്കെ, കാര്യമായിട്ട് പറയത്തുമില്ല, പറഞ്ഞു വരുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കേസിൽ അങ്ങനെയല്ല. നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ വളരെ ജെനുവിനായിട്ട്, ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ നിങ്ങൾ വളരെ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് അവർക്ക് തന്നെ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ചില ആൾക്കാർ നിങ്ങളിൽ പല ആരെങ്കിലുമൊക്കെ ബ്രേസ്ലെറ്റ്സ് ഇതുപോലെ ബ്രേസ്ലെറ്റ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കത് കാണുമ്പോൾ തന്നെ ലൈക്ക് ഫസ്റ്റ് ഫീലിംഗ് ഈസ് ലൈക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ സ്പിരിച്വലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഓൺ പോയിൻ്റ് ആണ്. ഓക്കെ, അതുപോലെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സംസാരിക്കുന്നവർക്ക് ഫസ്റ്റ് തോന്നുന്നത് ഇവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഇവരുടെ ലെവൽ ഓഫ് നോളജ് ഈസ് ലൈക്ക് എന്തോ എന്ന് വെച്ചാൽ എല്ലാത്തിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടാവും. ഓക്കെ, നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലൈക്ക് പുള്ളിക്കാരത്തേക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരന് എന്തൊക്കെയോ അറിയാം. ഒന്നിനെക്കുറിച്ച് ചുമ്മാ നമ്മൾ പറയില്ലേ, ചില ആൾക്കാർ ചുമ്മാ കിട്ടുന്നതൊക്കെ വെച്ചിട്ട് വിടുവായത്തം പറയും. പക്ഷെ നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്നവരല്ല. എന്ത് പറയുന്നു അത് കറക്റ്റായിരിക്കും, ജെനുവിനായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടേ പറയും.
ഓക്കെ. ചില ആൾക്കാർ ഇതിലെ ടീച്ചേഴ്സാണ്, ഓഫ് കോഴ്സ് ടീച്ചേഴ്സാണ്, ഗുരു. ഓക്കെ, ഗുരു ലെവലിലിരിക്കുന്ന ആൾക്കാരാണ്. എനിക്കതിന് അങ്ങനെ ഒരു എനർജിയും കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല സിറ്റുവേഷനിലും എനിക്ക് ആരാണ് നിങ്ങളെ ഫസ്റ്റ് ഇംപ്രഷനിൽ തോന്നുന്നത് എനിക്കറിയില്ല. പക്ഷേ എന്നുവെച്ചാൽ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ തോന്നും ലൈക്ക് ഇവർക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രത്യേക അട്രാക്ഷൻ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് അത് മാത്രമല്ല, നിങ്ങളെപ്പോഴും വിശ്വസിക്കുന്ന ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജിയാണ്. ഓക്കെ. നമ്മളിപ്പം ഇങ്ങോട്ട് കിട്ടുന്നത് പോലെ തന്നെ അങ്ങോട്ട് കൊടുക്കണം, അങ്ങനെ ഒരു എനർജിയൊക്കെയാണ് ഫസ്റ്റ് നിങ്ങളെ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്ന ഒരു ഇംപ്രഷൻ. ഓക്കെ, നമുക്ക് നോക്കാം ഫർദർ എന്തൊക്കെയാണ് വരുന്നതെന്ന്. സ്പിരിറ്റെ ഫസ്റ്റ് ഫയൽ 2 കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു ഇംപ്രഷൻ എന്താണ് സ്പിരിറ്റെ? താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് നോക്കട്ടെ. പീസ്, വളരെ സമാധാന പ്രിയരാണ്, അതിവിടെ വളരെ ക്ലിയർ ആയിട്ട് ഡിപിക്ഷൻ ഉണ്ട്. പിന്നെ സ്ട്രെങ്ത്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ചുമ്മാ അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ടല്ല തോന്നുന്നത്, വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് ഡെഫിനറ്റ്ലി എനിക്ക് ഫയൽ 1 കുറച്ച് കണക്ഷൻസ് വീഡിയോയുണ്ട്. ഒരുപാട് ട്രാൻസ്ഫോർമേഷനിലൂടെ പാസ് ചെയ്ത് പോയി ചുമ്മാ ഉണ്ടാവുന്നതല്ല, ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. ഓക്കെ, യു ആർ ബ്ലെസ്ഡ് എന്നുള്ളൊരു ഫീലിംഗ് ഫസ്റ്റ് കാണുന്നവർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അനിമൽസുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത് മേ ബി നിങ്ങൾ എന്തെങ്കിലും അനിമൽസ് നിങ്ങളുടെ വീട്ടിലുള്ള അനിമൽസിനെ കാണുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ബേർഡ്സോ അനിമൽസോ ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ഇംപ്രഷൻ ലൈക്ക് നിങ്ങൾ ഒരുപാട് ഇതുമായിട്ട് അനിമൽസുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രൊട്ടക്റ്റഡ്, യു ആർ പ്രൊട്ടക്റ്റഡ്. കാരണം ചില ബ്രേസ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ലൈക്ക് യു ആർ പ്രൊട്ടക്റ്റഡ്. വളരെ വിൽ പവർ ഉള്ള ആൾക്കാരാണ്, എന്ത് കാര്യം പറയല്ല. ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി സൈക്കിക് എബിലിറ്റി, ഞാൻ ഈ കാർഡ് എടുക്കുന്നില്ല, പക്ഷെ കണ്ടത് കൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഡെഫിനറ്റ്ലി കാരണം ഇത് രണ്ടിലും കണ്ണടച്ചിരിക്കുന്നുണ്ട്. അപ്പം ഡിവൈൻലി കണക്റ്റഡ് ആണ്, അവർക്ക് ഈ പറഞ്ഞ പോലെ സൈക്കിക് എബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അറിയാം. ലൈക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റീരിയസ് എനർജി എന്നൊക്കെ പറയില്ലേ, നിങ്ങളെ കാണുമ്പം ഫസ്റ്റ് ഇംപ്രഷനിൽ ചില ആൾക്കാർക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ് ലൈക്ക് സംതിങ് മിസ്റ്റീരിയസ് അബൌട്ട് ദം എന്നുള്ളത് ചില ആൾക്കാർക്ക് തോന്നാം എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന വേറൊരു എനർജി. ഇൻട്രസ്റ്റിങ്, ക്വൈറ്റ് ഇൻട്രസ്റ്റിങ്. ഞാൻ ഇങ്ങനത്തെ കാർഡ്സൊക്കെ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല കേട്ടോ നിങ്ങളെക്കുറിച്ച് ഞാൻ എടുത്തത്. ഭയങ്കര രസകരമായിട്ടുള്ള തമാശയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. പക്ഷേ ഈ റീഡിങ് കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇൻഡെപ്താണ്, മനസ്സിലായില്ലേ? ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറച്ച് ഡെപ്തിലായിപ്പോവും. നിങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ ഒരുപാട് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ പല ആൾക്കാർക്കും ആ ഒരു സ്പിരിച്വാലിറ്റി ലെവലിലേക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ചുമ്മാ ഞാൻ പറയില്ലേ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന മാത്രമല്ല, നിങ്ങളുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് സത്യമാണ്, പിന്നെ വേറൊരു ഇതിൻ്റെ കാര്യമില്ല. ട്രാൻസ്ഫോർമേഷൻ, സ്ട്രെങ്ത്തിൻ്റെ കാർഡ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷനിലൂടെ പാസ് ചെയ്ത് പോയ ആൾക്കാർ തന്നെ ആയിരിക്കും. പൈൽ 1 ഉം 2 ആയിട്ട് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പൈൽ 1 കൂടെ കാണണേ. ഫുൾഫിൽമെൻറ്റ് നമ്മൾ പറയില്ലേ, അവരുടെ ലൈഫ് സെറ്റ്, ഒന്നും പറയാനില്ല, അവരുടെ ലൈഫിൽ ഫുൾ ഓഫ് ഫുൾഫിൽമെൻറ്റ്സ് ആണ്. നിങ്ങളൊരു ഫ്രീ ബേർഡായിട്ട് ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ ചില ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ട്രാവൽ ചെയ്യുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് എത്തുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ന്യൂ ബിഗിൻസ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ നമ്മൾ ദ ബെസ്റ്റ് സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോകും. ചില ആൾക്കാർക്ക് കാണുമ്പോൾ അവർ ഭയങ്കര ലക്കി എന്നൊരു ഫീൽ. പിന്നെ ചില ആൾക്കാർ ഓഫ് കോഴ്സ് ലീഡേഴ്സാണ്. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഇവർക്കൊരു പറഞ്ഞില്ലേ ഇത്രയും വിസ്റ്റമുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ ലീഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ഒരു ലീഡർഷിപ്പ് എബിലിറ്റീസ് കാണുന്ന പല ആൾക്കാർക്കും ആ ഒരു ഫീൽ ഉണ്ടാവും. ലൈക്ക് നിങ്ങൾ ഒരുപാട് ലീഡർഷിപ്പ് എബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഒരുപാട് അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫീലിങ്സും കാണുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ ചില ആൾക്കാരെ കാണുമ്പം എന്തോ ഒരു അവരെ ഓറയിൽ അത് ഫീൽ ചെയ്യും. എനിക്കിവിടുത്തെ ഇവിടെ എല്ലാം കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഓറയ്ക്ക് ഫീൽ ചില ആൾക്കാർക്ക് എന്തോ അവരുടെ ഓറയ്ക്ക് എന്തോ ഒരു പ്രത്യേകത. അവരെ കാണുമ്പോൾ നമ്മൾ പറയില്ല നമ്മളുമായിട്ടങ്ങ് അട്രാക്റ്റഡ് ആയി പോകുന്നു, നമ്മൾ അവരിലേക്ക് അട്രാക്റ്റഡ് ആയി പോകുന്നു എന്ന് പറയില്ല. അങ്ങനെ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നത്. കാരണം ഓഫ് കോഴ്സ് നിങ്ങളിൽ പല ആൾക്കാരും ലീഡേഴ്സാണ്. ഓക്കെ, മാനേജർ ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവരെ ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലൈക്ക് ദേ ആർ ദ ബെസ്റ്റ്.
റൈറ്റ്, അങ്ങനത്തെ ഒരു എനർജി ഫസ്റ്റ് ഇംപ്രഷനിൽ. ഗ്രേറ്റ് കാർഡ്സ് ഗൈസ്. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് പൈൽ 1 ആയിരിക്കും സൂപ്പർ വന്നത്. അതിനേക്കാളും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പൈൽ 2ൻ്റെ എനർജീസ്. ഒരുപാട് മീൻസ് ഒരുപാട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് തിങ്കിങ് വുമൺ. ഓക്കെ, ഡെഫിനറ്റ്ലി ചില ആൾക്കാർ ഇതിനകത്ത് ഒരുപാട് വിസ്റ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചില ആൾക്കാർ ഇവിടെ റൈറ്റേഴ്സ്, എനിക്കറിയില്ല റൈറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ എഴുതണം എന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ നിങ്ങൾ എനിക്ക് ഫ്യൂച്ചറിൽ എഴുതും എന്നുള്ളത് എനിക്ക് സോറി ഗൈസ്, ഞാനിങ്ങനെ ചിരിക്കുന്നതുകൊണ്ടൊന്നും തോന്നില്ല. കാരണം സ്പിരിച്വൽ എന്ന് പറയും. ടെമ്പിൾ പാത്തിൻ്റെ കാർഡ് വന്നു. ഞാനിനി എന്ത് പറയാനാണ്. സ്പിരിറ്റ് ഉണ്ടല്ലോ ചില സമയത്ത്, എനിക്കറിയില്ല ഇത്രയും കൺഫർമേഷൻസ്. ലൈക്ക് എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ കൺഫർമേഷൻസ് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആളാട്ടോ. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കൺഫർമേഷൻസ്. എനിക്ക് എന്ത് കിട്ടുന്നു അത് സ്പിരിറ്റ് പറയുമ്പോൾ. ഗൈസ് പൈൽ 1 നിങ്ങൾ ഡെഫിനറ്റ്ലി കാണുക. ഒരുപാട് ഇതുമായിട്ട് കുറേ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് നിങ്ങൾക്ക് പൈൽ 1ലും കിട്ടുക. തിങ്കിങ് മാൻ ആൻഡ് തിങ്കിങ് വുമൺ, കപ്പിൾ എനർജി. എനിക്കറിയില്ല നിങ്ങളുടെ കപ്പിൾ എനർജീനെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയും നമ്മുടെ കപ്പിൾസ്. അതുപോലെ ഓൾ ടൈഡപ്പിൻ്റെ കാർഡും ഉണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഈസ് ലൈക്ക് ടെമ്പിൾ പാത്ത്. ദാറ്റ്സ് എ ഹൈലൈറ്റ് ഗൈസ്. പല ആൾക്കാർക്കും യു ഗൈസ് ആർ റിയലി കണക്റ്റഡ്, സ്പിരിച്വലി കണക്റ്റഡ് എന്നുള്ളത് പല ആൾക്കാർക്കും ഫീൽ ചെയ്യുന്നൊരു സംഭവം കേട്ടോ. ഇപ്പോൾ എവിടെ വെക്കുക സ്പിരിറ്റ്. ഓൾ റൈറ്റ് മക്കള്, ടെമ്പിൾ പാത്ത് പല ആൾക്കാർക്കും അത് ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വളരെ വേർത്തി ആയിട്ട് തോന്നും. മനസ്സിലായോ? നിങ്ങളുടെ വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചുമ്മാ വളവള പറയുന്ന ആൾക്കാരല്ല കേട്ടോ. സീരിയസ്ലി എനിക്കറിയില്ല നിങ്ങളുടെ എത്ര പേർക്ക് നിങ്ങളെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു ഇമ്പ്രഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ റിഗാർഡിങ് യു ഇസ് ലൈക്ക് ദിസ്. മറ്റുള്ളവർ കാണുന്ന ഓരോരുത്തർക്കും ഒരുപാട് രസമുണ്ട്. എനിക്ക് ഈ റീഡിങ്സ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രത്തോളം കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ഇഷ്ടപ്പെട്ടു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത പുതിയ വീഡിയോയിൽ കേട്ടുമുട്ടാം. എനിക്ക് ഇങ്ങനത്തെ റീഡിങ്സൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. ലൈക്ക് ഫൈനാൻസ് ഈ പറഞ്ഞ പോലെ അതൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ കളക്റ്റീവിൽ ഒരുപാട് റീഡിങ്സ് നടക്കുന്ന കാര്യമാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് എന്താണ് നമ്മളെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായില്ലേ. നമുക്ക് അങ്ങനത്തെ റീഡിങ്സ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഷെയർ ചെയ്യണേ. Alright guys, thank you so much for connecting. Lots of love and light. Take care. Bye. ഹായ് പൈൽ 3, വെൽക്കം ടു യുവർ റീഡിങ്. നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ, നിങ്ങളെക്കുറിച്ച് ഒരാൾ ഫസ്റ്റ് കാണുകയാണെങ്കിൽ അവർക്ക് എന്ത് ഇംപ്രഷനാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ലൈക്ക് നിങ്ങളുടെ ത്രോട്ട് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ്. അതായത് നിങ്ങളുടെ വാക്ക് കുറച്ച് പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇംപ്രഷനിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വാക്കിന് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ ത്രോട്ട് ചക്ര വളരെ ആക്റ്റീവാണെന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യും. ലൈക്ക് പറയുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഒരു മഹത്വം ഉണ്ടെന്ന് ഫീൽ ചെയ്യും. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് നോക്കാം നിങ്ങളുടെ കാർഡ്സ് എന്താ പറയുന്നത് നോക്കാം. ട്രാവൽ, ചാരിയറ്റ്, ദി സ്റ്റാർ. ഓ മൈ ഗാഡ്, നിങ്ങൾ ആരൊക്കെയോ ഫേമസ് ആണല്ലോ ഇവിടെ. എനിക്കറിയില്ല ഇവിടെ ഫെയിമിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാനങ്ങനെ ഫേമസ് ഒന്നും അല്ല മാം എന്നാണ് നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നതെങ്കിൽ ഇത് നിങ്ങളെക്കുറിച്ച് ഫസ്റ്റ് ഇംപ്രഷൻ ആവട്ടെ എന്ന് ഇത് ക്ലെയിം ചെയ്യും. ഇതിപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ റീഡിങ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലെയിം ചെയ്യും. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അല്ലേ. അതിനകത്തുള്ള പോസിറ്റീവ് സാധനമൊക്കെ നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവട്ടെ. നമുക്കിപ്പോൾ നഷ്ടപ്പെടാൻ എന്താ ഉള്ളത്? ആ ക്ലെയിം ചെയ്യുന്നതെന്ന് യൂണിവേഴ്സിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് അല്ലേ, അത് നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇതിലൊക്കെ ഉള്ള ഓരോ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ക്ലെയിം ദി എനർജീസ്. കമൻറ്റ് ചെയ്യാൻ ഐ എം ക്ലെയിമിങ് ദി പോസിറ്റീവ് എനർജി ഇൻ ടു മൈ ലൈഫ് എന്നുള്ള രീതിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക. എന്താ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യാം. ഓക്കെ, ഈ കാർഡിലെ ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ കുറച്ച് ഫേമസ് എനർജി, സ്റ്റാർ കാർഡാണ് ഓഫ് കോഴ്സ്. എനിക്ക് നിങ്ങൾ കുറച്ച് ഫേമസ് ആയിട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാണുമ്പോൾ തന്നെ ചില ആൾക്കാർ പറയില്ലേ, ഓ ഇവളുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തന്നെ അല്ലെ ഇവൻ്റെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തന്നെ അറിയാം ഇവൻ കുറച്ച് ഫേമസ് ആവുന്ന ടൈപ്പാണ്. ഇവനെ കാണുമ്പോൾ ഒരു ലുക്സ് ആയിരുന്നാലും ഈ പറഞ്ഞ പോലെ അവൻ്റെ രീതികളായിരുന്നാലും ഒക്കെ ഭയങ്കര ഒരു അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കണക്റ്റഡ്. എനിക്കറിയില്ല നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ സ്പിരിച്വലി ഒരുപാട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ ആൾക്കാരുടെ എനർജി കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ലൈക്ക് നിങ്ങളുടെ
എന്താ പറയുക, ബാലൻസ് ചെയ്യാൻ, നിങ്ങളെ ബാലൻസ് ചെയ്യാൻ, നിങ്ങളുടെ എനർജീസ് ബാലൻസ് ചെയ്യാൻ, നിങ്ങളെങ്ങനെ കാമാക്കി വെക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ട്. പെട്ടെന്ന് ഫസ്റ്റ് കാണുന്നവർ വിചാരിക്കും, നമുക്ക് നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, വാവ്, ഇങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിൽ ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ആസ് എ ഒരു മെൻറ്റർ അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് കൊള്ളാമെന്നൊന്ന് ഫീൽ ചെയ്യില്ലേ. അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. എനിക്കിത് എത്രത്തോളം ആൾക്കാർ കണക്റ്റ് ആവുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്കിത് ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് ഒട്ടുമേ കണക്റ്റ് ആവുന്നില്ല, ഇങ്ങനെയൊന്നും ആയിരിക്കില്ലെന്നെങ്കിൽ മേ ബി നിങ്ങളിത് കേൾക്കാൻ റെഡി ആയിട്ടുണ്ടാവില്ല. ഓക്കെ, കാരണം എനിക്ക് ഇവിടുത്തെ കാർഡ് അനുസരിച്ച് നിങ്ങൾ ഒരുപാട് ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിട്ടും, കാരണം ട്രാവലിനെ കുറിച്ച് സംസാരിക്കുക, നമ്മൾ പറയാം ചില ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കും. നിങ്ങളിൽ പല ആൾക്കാരും ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അത് അവർക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ തോന്നും, ലൈക്ക് ഇവരെ കണ്ടാലറിയാം ഇവർ ഫുൾ ടൈം ട്രാവലാണ്. നിങ്ങൾക്ക് ഭയങ്കര വലിയ ബാഗേജ് ഒന്നും കൊണ്ടുപോകണമെന്ന് താല്പര്യമുള്ള ആൾക്കാരായിരിക്കില്ല. ഓക്കെ, ചെറിയ ബാഗേജ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് എത്തണം. ഓക്കെ, ഗ്രേറ്റ്, നല്ല കാർഡ്സ്. കാര്യം അതുമാത്രമല്ല, നിങ്ങൾ പല ആൾക്കാരും സ്പിരിച്വലി കുറച്ച് കണക്റ്റഡ് ആണെന്നുള്ളതും പല ആൾക്കാർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലൈക്ക് എന്തൊക്കെയോ ഒരു, നിങ്ങൾ പറയല്ലേ, പറയുന്ന ഓരോ വാക്കിനും ഒരു പവർ, അതെനിക്ക് ഇവിടെ ഭയങ്കര ക്ലിയർ ആയിട്ട് ഒന്നുകൂടി കൺഫർമേഷനായിട്ട് കിട്ടുന്നുണ്ട്. ഈസ് എ വോൺസ് ആണ്, നിങ്ങൾ ഡിവൈൻലി ഗൈഡഡ് ആണെന്നുള്ളതും പെട്ടെന്ന് മനസ്സിലാവും. അത് മാത്രമല്ല, നിങ്ങളുടെ രീതികളും എങ്ങനെയാണ്, കുറച്ച് എലഗൻറ്റ് ആയിട്ടുള്ളൊരു ലുക്കാണെങ്കിലും, നിങ്ങളുടെ ലുക്സ് ആണെങ്കിലും ഭയങ്കര എലഗൻ്റാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരിക്കുന്ന രീതിയാണെങ്കിലും ഓക്കെ, അങ്ങനെയുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കാം അപ്പോൾ അത് കാർഡ്സ് എന്താ പറയുന്നത് എന്നുള്ളത്. ഓൾറൈറ്റ്, സ്പിരിറ്റ് ഫസ്റ്റ് പൈൽ 3 കാണുന്നുള്ളവർക്ക് കിട്ടുന്നൊരു ഇംപ്രഷൻ എന്താണ്? ഫസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. പൈൽ 3 കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? നോ, ഓക്കെ, വേണ്ട. ഫസ്റ്റ് ഇംപ്രഷൻ ഇൻസ്പിറേഷൻ. നിങ്ങളെ കാണുമ്പോൾ, കാരണം ഈസ് ഓഫ് വാണ്ട്സിൻ്റെ കാർഡ് ഇൻസ്പിറേഷനാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു ഇൻസ്പിറേഷൻ ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഫേമസ് എനർജിയൊക്കെ എനിക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എനിക്ക് എത്ര പേർക്ക് ഇത് കണക്റ്റ് ആവുന്നുണ്ടെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് കുറച്ച് ഫേമസ് ആയിട്ടും അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ആൾക്കാരായിട്ടും ഒക്കെ ഫസ്റ്റ് ഇംപ്രഷനിൽ പലർക്കും തോന്നും. നിങ്ങളെ നമ്മൾ പറയില്ലേ വെൽബീയിങ്ങിനെ കുറിച്ച്, അതായത് ഞാൻ പറയില്ല, നിങ്ങളെ കാണുമ്പോൾ ഒരു എലഗൻസ്, മൊത്തത്തിലൊരു നമ്മുടെ വെൽബീയിങ്ങിനെ കുറിച്ചും, അല്ലെങ്കിൽ നമുക്കിങ്ങനെ നല്ല രീതിയിൽ നടക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വളരെ പാഷനേറ്റുള്ള ആളുടെ എനർജി വെരി ഇൻട്രസ്റ്റിങ്. വളരെ പാഷനേറ്റ് ആണ്. എന്തെങ്കിലും നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്ത് പാഷനേറ്റ് ആയിട്ട് അത് ചെയ്യും. ഓക്കെ, അല്ലാണ്ട് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ്. നിങ്ങൾ 3 പൈൽസിനും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ട്രാൻസ്ഫോർമേഷൻ. ഒരു സെറ്റ് ഓഫ് കാർഡ് അല്ലെങ്കിൽ വേറെ സെറ്റ്, നിങ്ങളും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ. ഗൈസ് 1ഉം 3 ആയിട്ട് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഒന്ന് 1ഉം കൂടെ പോയി കാണണേ. ഓക്കെ, ക്ലോഷറിൻ്റെ കാർഡുണ്ട്. ക്ലാരിറ്റി, മറ്റേ ക്ലാരിറ്റി. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരുണ്ട് പല കാര്യങ്ങളും ക്ലാരിറ്റി കിട്ടില്ല, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി വളരെ ഒരു പ്രയോറിറ്റി ആയിട്ട് എനിക്കിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്പിരിറ്റ് ഗൈഡ്. വാവ്, നിങ്ങൾ പല ആൾക്കാരും സ്പിരിച്വലാണ്. ഏജ് ഓഫ് വാണ്ട്സിൻ്റെ അതുപോലെ ഇൻസ്പിറേഷൻ്റെ കാർഡ്. ഇൻസ്പിറേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നിങ്ങൾ പല ആൾക്കാരെ ഇൻസ്പയർ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ. ചില ആൾക്കാരുടെ നമ്മൾ പറയും ഡ്രസ്സിങ് കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നില്ലേ, ലൈക്ക് അവരെ പോലെ ഡ്രസ്സ് ചെയ്താൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ അവരെ പോലെ നടന്നാൽ കൊള്ളായിരുന്നു. ചില ആൾക്കാരുടെ സംസാരിക്കുന്ന ശൈലി കാണുമ്പോൾ നമുക്ക് തോന്നും അവരെ പോലെ സംസാരിക്കാൻ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലേ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നും. അപ്പം അങ്ങനെ എനിക്കറിയില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താ കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, നിങ്ങളിൽ പല ആൾക്കാരും മേ ബി ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കാം. ഓക്കെ, യൂട്യൂബ് ചാനലും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുള്ള ആൾക്കാരായിരിക്കാം. അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ഒരു ക്ലാരിറ്റി ഉണ്ടെന്ന് ഈ കാണുന്നവർക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലാവും. ലൈക്ക് ഒന്നും ഈ പറഞ്ഞ വേഗമായിട്ടല്ല, എന്തുണ്ടെങ്കിലും അത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്, മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട്. എന്താ വേണ്ടതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട്. അല്ല ചുമ്മാ ചാടിക്കയറി എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്യുന്ന ആൾക്കാരല്ല. മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പാഷനേറ്റ് ആണെങ്കിലും, എത്ര ക്ലോസ് ഡോർ ആണെങ്കിലും നിങ്ങളത് ചില ആൾക്കാർ അത് ഏത് അടഞ്ഞ വാതിലും തള്ളി തുറക്കാൻ അത്രയും ഒരു എന്താ പറയുക, അങ്ങനെ ഒരു കഴിവുള്ള ഒരു ഓറിക് ഫീൽഡുള്ള ആൾക്കാരായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ കാണുന്ന ഫസ്റ്റ് കാണുന്ന ഓരോരുത്തർക്ക്. പിന്നെ ഡെഫിനറ്റ്ലി ചില ആൾക്കാർക്ക് നമ്മൾ പറയാം, ചില ആൾക്കാരെ കാണുമ്പോൾ ഇവരെ ആരൊക്കെയോ ഗൈഡ് ചെയ്യുന്നുണ്ട്. സ്പിരിറ്റ് ഗൈഡ്സ്
അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യും, എന്താണ് അവർക്ക് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണൽ സ്പിരിറ്റ് ഗൈഡായിട്ട് ഫീൽ ചെയ്യും. എനിക്കറിയില്ല, നിങ്ങളെ കാണുമ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷനിൽ എനിക്ക് വരുന്ന ഒരു കാര്യമാണ്. ചില ആൾക്കാർക്ക് തോന്നുമില്ലേക്ക് നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ഇൻക്ലൈൻഡ് ആണ്, നിങ്ങളൊരു സ്പിരിച്വൽ ഗുരുവായിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. മീൻസ് ഫസ്റ്റ് ഇമ്പ്രഷനിൽ അങ്ങനെ ഒരു സ്പിരിച്വൽ ഗുരു എനർജി. എനിക്കറിയില്ല ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുന്നു കേട്ടോ. സീരിയസ്ലി ഞാൻ ഇങ്ങനത്തെ മെസ്സേജ് ഒന്നും വരും പ്രതീക്ഷിച്ചിട്ടേ അല്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, കുറച്ച് തമാശയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചതാണ് ഓഫ് കോഴ്സ് ഞാൻ ഈ റീഡിങ് എടുത്തത് കേട്ടോ. സ്പിരിറ്റ് എന്തെങ്കിലും, പക്ഷേ സ്പിരിറ്റ് ഇത് വേറെ ലെവലിലേക്കാട്ടോ ഈ റീഡിങ്സ് ഒക്കെ കൊണ്ടുപോയത്. എനിക്ക് ഭയങ്കര എന്താ പറയുക, കണക്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും ഞാൻ റിയലി ഗ്രേറ്റ്ഫുൾ. കാരണം നിങ്ങൾ ഓരോരുത്തരും എന്താ പറയുക, എനിക്കറിയില്ല കേട്ടോ. സീരിയസ്ലി അത്രയ്ക്കും പവർഫുൾ ഓറിക് ഫീൽഡിലുള്ള ആൾക്കാരാണ് കേട്ടോ. കണക്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് റിയലി. നോക്കാം ഫർദർ നമുക്ക് എന്താ വരുന്നതെന്ന്. സ്പിരിറ്റെ നമുക്കറിയണം. തേർഡ് പൈൽ 3 സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇംപ്രഷൻ അവരെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കും സ്പിരിറ്റെ? ഇല്ല, സീരിയസ്ലി ഇറ്റ് വാസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഒട്ടും ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും റീഡിംഗ് എന്ന് വിചാരിച്ചില്ല. ഞാൻ എന്ത് പറയാനാണ്. 5th ചക്ര എനിക്കറിയില്ല എത്രത്തോളം ആൾക്കിത് കറക്റ്റ് കണക്റ്റ് ആവുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഇത് നിങ്ങളുടെ ത്രോട്ട് ചക്രയെക്കുറിച്ചാണ്. ത്രോട്ട് ചക്ര തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആർക്കേഞ്ചൽ ഗബ്രിയൽ വിത്ത് 5th ചക്ര, ത്രോട്ട് ചക്ര. നിങ്ങളെ ജസ്റ്റ് കാണുമ്പോൾ നിങ്ങളുടെ ഓഫ് കോഴ്സ് നിങ്ങളുടെ ത്രോട്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും കുറച്ച് ഹാർഷായിട്ട് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളടുത്ത് എനിക്കൊരു ഗൈഡൻസ് തരാനുള്ളത് കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കണം. ഓക്കെ, വേറെ ഒന്നുമില്ല. നമ്മൾ പറയും എനിക്കിവിടെ നിങ്ങൾ ഒരുപാട് ഗൈഡഡ് ആണ്, ഡിവൈൻലി ആണ്. ചില ആൾക്കാരിൽ നിന്ന് നമ്മൾ പറയില്ലേ, നമ്മുടെ വായിൽ നിന്ന് ചില സമയത്ത് വീഴുന്ന വാക്കുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫൈനലി നമ്മുടെ വായിൽ നിന്ന് വീണ് പോയി കഴിയുമ്പോൾ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഇല്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഒന്നും എനിക്ക് പറയാനില്ല. അല്ല നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ചില സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് മീൻസ് കയ്യിൽ നിന്ന് വാക്കുകൾ പോവും, എൻ്റെ കയ്യിൽ നിന്ന് പോവും എന്നുള്ളത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗൈഡൻസ് ഈസ് ലൈക്ക് അങ്ങനെ ഒന്ന് കൂളാവുക. അത്രയും ദേഷ്യം വരെയോ അല്ലെങ്കിൽ അത്രയും ഇമോഷനായിട്ട് നിൽക്കുന്ന സമയത്ത് മാക്സിമം സംസാരിക്കാതിരിക്കുക. ഓക്കെ, എനിക്കറിയില്ല ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സമാധാനം, അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളത്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് എന്താ പറയുക, എന്തെങ്കിലും ആങ്സൈറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയില്ലേ, അവരെ കണ്ടതും ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ സമാധാനം പോകും. ചില ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മളിപ്പോൾ കുറച്ച് ആങ്സൈറ്റിൽ, ഞാനിപ്പോൾ ആങ്സൈറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിച്ചാൽ എൻ്റെ ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ ഒറ്റ സെക്കൻഡിൽ അങ്ങ് പോകും. അത്രയ്ക്കും ആ ഒരു പവർഫുൾ ആണ് നിങ്ങളുടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ത്രോട്ട് ചക്ര. നിങ്ങളുടെ ലൈഫ് ഫുൾ ഓഫ് അബണ്ടൻസ് ആണ്. എനിക്കറിയില്ല ഇത് എത്രത്തോളം ആളുകൾക്ക് കണക്റ്റ് ആവും എന്നുള്ളത്. എനിക്കിതിൽ ഒരുപാട് അബണ്ടൻ്റ് എനർജീസൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലൊക്കെ ഒരുപാട് അബണ്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം അബണ്ടൻ്റ് ആണ് എന്നുള്ളത് പല ആൾക്കാർക്കും നിങ്ങളെ കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ മനസ്സിലാകും. ഓക്കെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ 333 നമ്പർ കാണണമെങ്കിൽ ഇത് നിങ്ങളുടെ നിങ്ങളുടെ റീഡിങ് തന്നെയാണെന്നുള്ളൊരു കൺഫർമേഷനാണ് 333. ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. നിങ്ങളെ കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ, വാവ്, പ്ലഷർ. നിങ്ങളൊക്കെ പോർട്ടൽസൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ മിറക്കിൾസ്. 1ഉം 3 ആയിട്ട് കൺഫ്യൂഷൻ ആണെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച് 1. ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും. ഓക്കെ, മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് മിറക്കിൾസ് ഉണ്ടാകും ഡെഫിനറ്റ്ലി. നിങ്ങൾ ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് നിങ്ങളുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ ഞാൻ എന്ത് പറയാൻ. നിങ്ങൾ കൺഫ്യൂസ് ആണെങ്കിൽ പ്ലീസ് ഗൈസ് ഗോ ആൻഡ് വാച്ച് പൈൽ 1. ഉറപ്പിച്ചോ, അതിനകത്തും നിങ്ങൾക്ക് എന്തോ ഗൈഡൻസ് ഉണ്ട് ഉറപ്പായിട്ടും. ആൻഡ് ബ്ലെസ്സിങ്സ്. സീരിയസ്ലി പല കാർഡ്സും ഉണ്ടല്ലോ, ഭയങ്കര രസകരമാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ 3 കാണുമെന്ന് ആഗ്രഹിച്ചു പിന്നെ പൈൽ സെലക്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി 3 കാണണമെന്ന് തോന്നിയ ആൾക്കാർ കാണേ. കാരണം 3ൽ ഏകദേശം സിമിലർ ഉണ്ട്, പക്ഷെ അല്ലാതെ ചിലത് അഡ്വാൻസ്ഡ് ആയിട്ടും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 3 കാണാൻ പറ്റുവാണെങ്കിൽ, കാണാൻ സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസ് കിട്ടും. ഓക്കെ, എനിക്ക് റീഡിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം
3 പൈൽസും വാവ്, സീരിയസ്ലി താങ്ക് യു ഗൈസ്. എനിക്കറിയില്ല ഞാൻ ആരൊക്കെ കൂടെയാണ് കണക്ട് ചെയ്യുന്നത്, എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇത്രയും എനർജീസ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്നും എനിക്കൊരു ഐഡിയ ഇല്ല, സീരിയസ്ലി. ട്രസ്റ്റ് ചെയ്യുക ഗൈസ്, നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്, സ്പെഷ്യലാണ്. നമ്മൾ ഓരോരുത്തരും ഡിവൈൻ്റെ കുഞ്ഞുങ്ങളാണ് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. നമ്മളെ എല്ലാ പ്രത്യേകതകളോടുകൂടി തന്നെയാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുക, ഇതിൽ പോസിറ്റീവ് എനർജീസ് എല്ലാം ക്ലെയിം ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾ എനിക്ക് ഈ റീഡിംഗ് ഒക്കെ ചെയ്യാൻ തരുന്ന ഒരു അവസരമുണ്ടല്ലോ, ഇറ്റ് മീൻസ് എ ലോട്ട്. അത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റ്സ്, അത് ഞാൻ ഓരോ തവണയും പറയാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻറ്റ്സ് കാണാനും വായിക്കാനും, അതിനകത്തുള്ള ഈ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഒന്ന് സമയത്ത് കമൻറ്റ് ചെയ്യുമോ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരുപാട് സന്തോഷം. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കേട്ടുമുട്ടാം. ബൈ.